കണ്ട എന്റെ കൊച്ചിനെ എടുത്തു വെച്ചേക്കുന്നേ. കിടു ഫാൻസ് എല്ലാം വഴക്ക് പറഞ്ഞേ. ഇല്ല പോടാ. ഇതെന്താ മുഖത്തൊക്കെ? അത് ഞാനാണോ? സത്യമാണോ പറയുന്നേ? എന്താ പറ്റിയത്? സത്യം. ആരാ ചെയ്ത ഇത്? കണ്ണാപ്പിയുണ്ട്. കൊട്ടേഷൻ കണ്ണാപ്പിയോട് പറ കൊടുക്കാൻ. കൊട്ടേഷൻ കണ്ണാപ്പി ഇനി കിച്ചുനെ അടിച്ചിട്ട് മോൻ താഴെ ഇറങ്ങുള്ളൂ. അല്ല ഇന്ന് ഓർഡർ ചെയ്തിട്ട് ഇതിൽ കൂടെ ഒന്നും എല്ലാരും കാണുമ്പോ കരിയും. എന്നോട് ഇതുപോലെ പറഞ്ഞ കസര ഇരുന്നോളാം. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. ഓഫ് ചെയ്ത് പറഞ്ഞുതരാം. ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ കാറിലിരിക്കുന്നത്. എന്നെയും കാണാലോ കണ്ണടിക്കത്തൂടെ. വേറൊരു സാധനമുണ്ട്. കുഞ്ഞാൻ മേടിച്ചെന്ന സാധനം കാണിച്ചേട്ടാ. അപ്പുറത്തെ കാലയില്ല. ഞാൻ ഒറ്റ കാലയിലെ കണ്ടുള്ളൂ. അങ്ങനെ കുഞ്ഞാൻ മേടിച്ചത് സന്തോഷം. തമ്പുരാട്ടി വരൂ. അമ്മ ബാഗ് മാറ്റി കേട്ടോ. വാട്ടീസിന്റെ ബാഗ് മൂന്ന് പേർക്കൂടെ അപ്പുറത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മളെല്ലാം വീഡിയോയിലെടുക്കും. ഇവിടെ നടക്കുന്നു. എടുക്കുന്നുണ്ടോ? അല്ലാണ്ട് അവിടെ മാറി നടത്തുന്നോ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്മൈൽ പ്ലീസ്. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടി വി കാണാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കയറാല്ലേ? ഇതായി മാറ്റങ്ങൾ കയറാട്ടോ. ഇതിൽ ചവിട്ടി കഴിയട്ടെ. വീട്ടിലെ സാധനം കണ്ടോ നീ? മാമൻ കണ്ടേ, വീഡിയോ എടുക്കണ്ടേ? അമ്മ അടിപൊളി സാരി. നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് സുന്ദരിയായ ഞാൻ. അതാദ്യം കമന്റ് ചെയ്യണം. ഓ ചേച്ചി സുന്ദരിയാണല്ലോ. അല്ലെങ്കിൽ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലേലും സുന്ദരിയാന്ന് പറയണേ. ഇതാണ് നമ്മുടെ രാജസ്ഥാനിലെ ആൾക്കാരോട് മേടിച്ച കൃഷ്ണൻ. കുഞ്ഞാവ് മേടിച്ചോ? സാരമില്ല. അവിടെ പുറത്തു പോയി കൂട്ടുകാരൻ. ഇതാരാ? കൃഷ്ണമാമൻ. ഇതാണ് രാജസ്ഥാനികളോട് അടുത്തോട്ട് പോയിട്ടു. ഇങ്ങോട്ട് കള്ളത്തിരി ഒറിജിനൽ കൃഷ്ണന്മാരൻ. കറണ്ടില്ല മനെ. ഞാൻ അവള് കണ്ടുപിടിച്ചു. അതെടുക്കല്ലേ രഹസ്യമാണ്. കണ്ടേ
അതിനകത്ത് പാലുണ്ടല്ലോ, പാലൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടിയിട്ട് ഇളക്കി ആയിരിക്കുമല്ലോ നോക്കുന്നത്. അല്ല, ഇത് ഗണപതിക്ക് ഒരുക്കാനത്. ഇവിടെ സുഗമ ആവശ്യമില്ലാത്ത പറയട്ടെ കുട്ടി. നിനക്കുള്ളത് ഞാൻ തരും, വേറെ ആള് തരാൻ സമ്മതിക്കൂല. അല്ലേ, നിനക്കുള്ളത് ഞാൻ തരും, വേറെ ആള് തരാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ ദൈവമേ, പാവം ഇത്രയും വേണം. വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഇതിലും നല്ലതാണ് എങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത്. ഞാനും അങ്ങനെ ഞങ്ങൾ റൂം എടുത്തോണ്ടിരിക്കുക. ഇവിടെ ഒരു ടോയ്ലറ്റ്, കുറച്ചൊരു തുടക്കാനുണ്ടല്ലേ. ഇത് ഷവറിന്റെ പരസ്യമല്ല, ഇത് തുറക്കാതിരിക്കാൻ കെട്ടി വെച്ചിരിക്കുന്ന സാധനം. കൊള്ളാല്ലേ, വെറൈറ്റി ആയിട്ട്. സിംഗിൾ പീസ്. ഇത് ഇത്രയോ? ഇതിന് എത്ര രൂപയാണ് ഗസ്? ഇതിന്റെ വില ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കമന്റ് ചെയ്യും. ഇഞ്ചിന്റെ കോസ്റ്റ്യൂമിന് ഏകദേശം ചെറുതായിട്ട് ശരിയായോ? ഇനി ഹാള് കാണിക്കാം. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ കേട്ടോ, ലൈറ്റിന്റെ കണക്ഷൻ കൊടുക്കാം. അടുത്ത റൂം. ഇതെല്ലാ റൂമിൻ്റെയും നമുക്ക് ഭാവിയിൽ ഇവിടെ മറ്റേ ഇതടിക്കാം. എന്നാ പറഞ്ഞ ഒരു എന്നാ പറയുക, ഷെയ്ഡായിട്ട്. ഇത് റൂമാണ് തോന്നുന്നത്. ഇതെന്നെ സാധനം. അത് റൂമായിട്ട് യൂസ് ചെയ്യും. സാധനം എല്ലാം പെറുക്കി വെച്ച് അടുക്കി കബോർഡൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഹോം ടൂർ എടുക്കാവേ. ഇത് ചുമ്മാ ഒന്ന് കണ്ടു. കൊച്ചു വീട്, പക്ഷെ നല്ല വീടാണ്, ആവശ്യത്തിനുള്ള സൗകര്യം. ശരി, ഇവിടെ കാറ്റ് കയറി അതങ്ങനെ ചൂടൊന്നും അടിയില്ല കാറ്റ്. ഇതാണ് ഗണപതി കടി. എപ്പോഴാണ് പാല് തിളപ്പിക്കുന്നത് പറയൂ. അടുക്കളയിൽ നടക്കുക, പോയി എടുക്കണം. അടുക്കള അത് ഒരുക്കുക. കണ്ണാപ്പി പോലും കരഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ട് കാര്യമില്ലടാ, ഫോൺ എന്റെ കയ്യിലാ. ഉച്ചമ്മ കണ്ടില്ല. ലൈറ്റ് കിട്ടുന്നുണ്ടോ? ലൈറ്റൊക്കെ വന്നു. പിള്ളേരെ എടുക്കുന്നുള്ള പേടിയാണ്. ലൈറ്റൊക്കെ വന്നു. ലൈറ്റ് ഈ ലൈറ്റ് ഇടൂ. ക്ലിങ്. പിന്നെ ഇവിടെ വേറെ ലൈറ്റ് ഉണ്ട് ഗുഷ്. ഈ ലൈറ്റൊക്കെ എത്തുമ്പോൾ നല്ല രസമാണ്. ഇപ്പം കത്തുവരിക്കേ കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ചിരിക്കൂ, ചിരിക്കൂ. കണ്ണു തുറന്ന് ചിരിക്കൂ. ഈ ചിരിക്കൂ, ചിരിക്കൂ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ ഓക്കെ, സെറ്റ്. ചിരിക്കൂ, ചിരിക്കൂ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി ചിരിക്കൂ. ഇങ്ങോട്ട് നോക്കി ചിരിക്കൂ. സെറ്റ് സെറ്റ്. എവിടെ കുഞ്ഞാവിടെ? കുഞ്ഞാവിടെ പാത്തുമ്മാൻ്റെ കിച്ചനെ കാണണ്ട. ആരാധകർ എടാ നിക്കടാ നീ. കിച്ചു ഇച്ചിരി എവിടെ നിന്നേ നോക്കട്ടെ. ഫാഷനാണ് ചേച്ചി. പൈസ തരാൻ മേടിച്ചോണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഞാൻ എത്ര മണിക്ക് വന്നേ? കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ. 11:30 അവിടെ നിന്ന് കയറി 6 മണിയായപ്പോൾ ഇവിടെ വന്നു, കോഴിക്കോട് വന്നു. ഞാൻ ഉറങ്ങി, ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങും. നിന്റെ ആങ്ങളുടെ പാൻറ് കണ്ടോ?
അതിപ്പോഴത്തെ ഫാഷൻ. എല്ലാരും കാല് കാണിച്ചിടുന്നു, അവൻ അത്രയും ചെയ്തിട്ടില്ല. അത് തന്നെ. അടി തുണി ആദ്യം അതൊക്കെ വെച്ച് നോക്കുമ്പോ പോലെ. ഇത് തുണി ഇവിടെ കീറിപ്പൊടി അതെത്തൂല, ഒരു 2 ഭൂമി മാറ്റിക്കോ. പിടിച്ചോ. ഇത് കൂട്ടി കെട്ടി കണ്ണട കിട്ടി. കണ്ണട കണ്ണൂർ വെച്ച് വന്നതാണ്, ലഭിച്ചിട്ടുണ്ട്. അവിടെ അങ്ങ് അറ്റത്ത് കെട്ടണം. എന്നിട്ട് സെന്ററിലൂടെ സെന്റർ അങ്ങനെ പൊക്കി കിട്ടിയത്. സെന്ററോട് ഇങ്ങനെ പൊക്കി അപ്പൊ സെറ്റ്. സെന്റർ വേറെ എന്തെങ്കിലും വെച്ച് കെട്ടാം. അപ്പൊ കല്യാണ പന്തലേ കൈ പറിക്കുന്നല്ലോ രാവിലെ. അത് താലിയിട്ടേ ചെയ്യോ? ഒന്ന് താലിയിട്ട് തീരാവുന്ന പ്രശ്നമൊക്കെ പിന്നെ അച്ഛൻ്റെ തീരും. സുലമയ്ക്ക് എന്താ പറയാനുള്ളത്? പറയൂ, കേൾക്കട്ടെ. എനിക്കോ അമ്മയുടെ മോള് വളർന്നു, സാരി കൊടുക്കുന്ന പ്രായമായിരുന്നു, പ്രായപൂർത്തിയായി. അച്ഛാച്ചി അണ്ണണി ഒരു മിനിറ്റ് ഒന്നണി. നമ്മുടെ പണ്ടത്തെ ഫാമിലി പിക്ക് വരും. ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അമ്മ ഉണ്ട്, എല്ലാരും വാ. അവളിപ്പോ വരും, അവള് കറക്റ്റ് ചെയ്യും. കുഞ്ഞാച്ചടം അതിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സാരമില്ല. പിന്നെ കഴിച്ചിട്ട് പണ്ടത്തെ സുലമ ദീപ ചേച്ചി ഇങ്ങനെ പിടിക്കൂ. ദീപ ചേച്ചി ഇങ്ങനെ പിടിക്കൂ, പുറകെ കൂടെ പിടിക്കൂ. എവന്റെ ഒരു കാര്യം പുറകെ കൂടെ പിടിക്കാൻ. ആ അതെ, ഞാൻ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് ചിരിക്കൂ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. സെറ്റ്. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അതെ, അത് ഞങ്ങളുടെ കമ്പനി റൂളാ. ഒരു ഫോട്ടോയ്ക്ക് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ജീവിതം തകരും. എടാ ഒരു ഇപ്പൊ അണ്ണാണ് ചീത്തവിളി കേൾക്കുന്ന കേട്ടോ, പുറകെ പോയാ രഹസ്യമായിട്ട് എടുക്കുക. അതുകൊണ്ട് പറഞ്ഞു വീഴുന്നു. നമ്മളിപ്പോ കാണിച്ചു തരുന്നതാണ് ചേച്ചിക്ക് വേണ്ടി മാത്രം തൂക്കാനിട്ടിരിക്കുന്ന പരപ്പുറം കേട്ടോ. നിനക്ക് തൂക്കാളെ പരപ്പുറം ഇല്ല, അവിടെ റൂം പണി. അല്ല ഇപ്പം അതാ വരുന്നതിന് മുമ്പ് റൂം പണി. ഇവിടെ തൂന്ന് കഴിയുമ്പോ എനിക്ക് വേറെ പണിയൊന്നുമില്ല. സൈഡ് കിട്ടിയിട്ടില്ല, ഇറങ്ങി വാ. ഞങ്ങൾ ഇറങ്ങോ? എന്നാ ഇങ്ങ് ഇറങ്ങിക്കോ, മേളിൽ കയറില്ല. മേളിൽ ഒരു പ്രേതനുണ്ട്, വാ ഓടി വാ. പ്രേതനെ കണ്ട് പേടിച്ചു വരും എല്ലാരും. പേടിയാണോ? ഭയങ്കര പേടിയാ. പേടിച്ചു പ്രേതനെ കണ്ട്. എടാ പേടാ, ഇറങ്ങണ പേടാ. ഇറങ്ങണേ. ചേച്ചി മുട്ടായി ഒന്നും വേണ്ട. എന്നാ ഒറ്റയ്ക്ക് പോയി കടി വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് നേരം കടിച്ചു കൊടുത്ത് ചോര പിടിക്കട്ടെ. നടക്കുന്ന കാര്യങ്ങൾ വലതുകാലം വെച്ചാ എന്താ ചെയ്യുന്നത്? ക്യാമറ തുടച്ചേര് വെച്ചു. ആരെ ക്യാമറയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇന്നത്തെ പൂരം കഴിഞ്ഞു. അടുപ്പിൽ നെയ്യ് ഒഴിക്കും. തിരി തന്നിട്ട് ഒരു തിരി എല്ലാരും നിൽക്കുന്ന സ്ഥലത്തോട്ട് ഒരു കുഞ്ഞാമേ കുഞ്ഞാമേ കുറച്ചൊരു കയറി സമയമായില്ലേ? ടൈമായില്ലോ? അല്ല വിളക്കിൽ ഒരു തിരി കത്തിച്ചു. ആ സാരമില്ലെന്നേ, അടുപ്പ് കിടാതെ കത്തിയില്ല. എല്ലാം ഞാൻ മുക്കിയിട്ടുണ്ട്. കത്തിച്ചു. ആ കത്തിച്ചു. കൈ നോക്കണം കൊള്ളാതെ. അടുത്ത കത്തിക്കേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നുമില്ല. കൈവെള്ളല്ല രണ്ടിനും കൂടെ. ഇല്ല അത് നല്ല തുടക്കമല്ലേ. ചെറിയ
ആ അതെ ആ തീരെ നല്ല കത്തിച്ചിട്ട് ഇച്ചിരി ബാക്കിലോട്ട് നീക്കണം. പറഞ്ഞു ന്യായം കത്തുന്നുണ്ട് അമ്മ പറഞ്ഞത് ന്യായമാണ്. കൈവട്ടെ അമ്മ കൈവട്ടെ. അങ്ങനില്ല, ഏതോ ഒരു സൈഡിലോട്ട് തിളച്ചു പോകണമെന്നില്ലേ? നോക്കാം, അത് വീഴുന്ന എങ്ങനെ വേണമെന്ന് നോക്കാം. അവിടെ ഞാൻ വെച്ച കഴിഞ്ഞാമേ അമ്മ ഇന്ന് ഫുൾ മൂഡില്ല. നിർമ്മല എന്ന് പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം ഗിഫ്റ്റിന്റെ തിളച്ചൊരു സൈഡിലോട്ട് മറിയണമെന്നാ. ഏതോ ഒരു സൈഡിലോട്ടാ. ഏത് സൈഡിലോട്ടാ? ആ ഒരു ഇന്ന സൈഡിലോട്ട് വീഴാൻ വേണ്ടി ചിലവർ ചരിച്ചു വെക്കും. ആ സൈഡിലോട്ട് അങ്ങോട്ട് ചരിച്ചു വീഴുന്നത് വേറൊരു വീട് പണിയുമ്പോൾ നമുക്ക് തിളപ്പിച്ച് കളയണ്ട. അതെന്തായാലും അഗ്നിക്ക് കൊടുക്കാതെ അടുപ്പിൽ നമ്മൾ പൊതി കളയില്ലേ, അതങ്ങനെയാവും. നമ്മൾ കളയുമ്പോൾ ഒരു തൊള്ളിയെ കളയും, പക്ഷെ ഇത് ഒറ്റ പോക്കും അപ്പോൾ ഊതി കിടത്തിക്കണം. അത് നല്ലതായിരിക്കും. അമ്മ വിളിക്കുന്നില്ല ചെല്ലമ്മോട്. ഇവിടെ ആ പിടിച്ച് This is the kitchen ചേട്ടൻ. This is the kitchen ചേട്ടൻ. This is the പാൽ. തിളക്കണ പാൽ. ദിസ് ഈസ് ദ കത്തുന്ന ലൈറ്റ്, അല്ല കത്തുന്ന വിളക്ക്. മറ്റേ നമ്മൾ ഈ CBSE സ്കൂളിലൊക്കെ പോകണമെങ്കിൽ പറയും എന്നാ ഇനിയും എന്നാ ലൈറ്റ് എൻലൈറ്റിങ്ങിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് MA ഇംഗ്ലീഷ് എടുത്ത അമ്മു ചേച്ചിയോട് ചോദിക്കാം. അമ്മു ചേച്ചി കമ്മിയർ. ഈ CBSE സ്കൂളിലൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ചടങ്ങുണ്ടല്ലോ ഉദ്ഘാടനത്തിന് മുമ്പ്. അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് അതിന് പറയുന്നത്? അല്ല വിളക്ക് എൻലൈറ്റിംഗ് ദ അങ്ങനത്തെ പറയത്തില്ലേ? ലൈക്ക് ദാറ്റ്. ഞങ്ങൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നത്. രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ക്യാമറ കണ്ടു. നിർമ്മലാമ്മ എല്ലാവരും വരട്ടി വെച്ചിരിക്കും, ആരും ഗിഫ്റ്റ് പൊട്ടിക്കില്ലെന്ന്. അത് വേറെ വീഡിയോ എടുക്കണം. അല്ലല്ല ഇപ്പൊ കുഴപ്പമില്ല. അതായത് എടുത്ത് പോക്കറ്റിരിക്കുന്ന 500 രൂപ ഞാൻ എടുത്ത കള്ളൻ. പക്ഷേ അത് എന്റെ പോക്കറ്റ് മനപ്പുറം വെച്ചെന്നാ കുഴപ്പമില്ല, പോക്കറ്റിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല. ഇട്ട വീഡിയോക്കകത്തൊന്നും ആ ഷോട്ട് എടുക്കരുത്. അവര് പറയുന്ന മൊഴി മുത്തുകൾ അപ്പ എടുക്കണ്ടേ, ഒപ്പി എടുക്കണം. വാട്ട് ഈസ് ദിസ് കിച്ചോ? മനസ്സിലായി. ഇനി ജീവിച്ചേണ്ട പോക്കറ്റിൽ നിന്ന് 500 രൂപ ആരാ എടുത്തെന്ന് മനസ്സിലായില്ല. സന്തോഷമില്ലല്ലോ പേര് പറയാൻ. മുടി കഴിഞ്ഞു പോയി, അതിന്റെ ടെൻഷനില്ല. എടുക്കുന്നില്ല. അല്ല ഇന്നലെ പിന്നെ ഇത്തിരി കുത്തിരിപ്പുണ്ടാക്കിട്ടോ. ശരിയാടാ, മാച്ചുണ്ട്. എടാ മോനെ. ഒരു മാസമായി ഇനി വേറെ എപ്പോഴും കഞ്ഞിപ്പുണ്ട്. കൈയൊന്നും പറ്റില്ല. തലയിലെ ക്ലിപ്പ് പൊട്ടി തലയിലെല്ലാം കുത്തി കയറും. പിന്നെ കാലിൻ്റെ ഇവിടെ വയറിന് ഉരഞ്ഞു പോയി. മേക്കപ്പ് കയറത് ശരിയാക്കി മേക്കപ്പെടുമ്പോൾ അറിയില്ല. ആൾമാറാട്ടം വരെ ഇറങ്ങും. പിന്നെ ഇതാണ് കണ്ണൂരമ്മ. അയ്യോ ഇവിടുത്തെ അമ്മ എന്തിയെ? അമ്മൂമ്മച്ചി ഇവിടുത്തെ അമ്മ വരുന്നു. ഇവിടുത്തെ അമ്മ അതല്ല, വേറൊരു അമ്മ ഉണ്ട് ഇവിടെ. ഇവിടെ വേറൊരു അമ്മ ഉണ്ടോ? അതെനിക്കറിയത്തില്ല. അമ്മ
എനിക്കറിയാവുന്ന 65 വയസ്സുള്ള അമ്മ അതാ. ഞാൻ പറയും ഇവിടെ അയ്യോ എന്നെ സിനിമയിൽ എടുത്തോന്നല്ലേ. ഓ നല്ല എന്റെ കോച്ചിനെ വല്ലതും പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് ഒരു തവണ തെറ്റിക്കത്തുള്ളൂ. അണ്ണാടി പോലെ ഒന്നും തെറ്റിക്കും. പോയി ദീപിച്ചേച്ചി തൻ്റെ മോടെ പേരെന്നാ? ദിയ. ഇതന്നെ മൈക്കാണോ കേൾപ്പിച്ചിരിക്കുന്നത്? ഇന്നലത്തെ കറുപ്പ് വീണ്ടും ആയി. സത്യം പറഞ്ഞോ, അപവാദം പറഞ്ഞു ഇത് വേറെ ആരും അല്ല ഇങ്ങനെ കറക്കണ്ടേ, ഈ വീട്ടിലെ ആളാ പോയി കറക്കണ്ടേ. അത് ലാസ്റ്റ് വന്ന് തിളയ്ക്കുമ്പോൾ കറക്കി കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങി പോകും. അതല്ല ഞാൻ വിളിക്കാൻ മുമ്പ് ചെയ്യും 65 വയസ്സുള്ള എനിക്കറിയാവുന്ന 65 വയസ്സുള്ള അമ്മ ഇതാണ്. ഞാൻ അങ്ങനെ പറയുമോ? ഞാനെങ്ങനെ പറയുമോ? പിന്നെ ചേട്ടൻ ഭയങ്കര തിരക്കാണ് ഉപയോഗിച്ചാണ്. ട്രഡീഷണലായിട്ട് പൊട്ടൊക്കെ തൊട്ട് രണ്ടടേ നോക്കുമായിരുന്നു. പാല് കത്തുന്നത് നോക്കി, അല്ല പാല് തിളയ്ക്കുന്നത് നോക്കിയിരിക്കുന്ന ഓഡിയൻസ് ആകാംക്ഷഭരിതരായി പാലിനെ കാത്തിരിക്കുന്നത്. താണ്ട വരുന്നുണ്ട്. വന്നു എല്ലാ സൈഡിലൂടെയും ചാടിയിട്ടുണ്ട്. വട്ടത്തിൽ ചാടി. പാലക്കലത്തിലേക്ക് പകരുന്നു. അരിഞ്ഞ് പിന്നെ അണ്ണാന്റെ കൊടുക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് ഇല്ല, പത്തനംതിട്ടക്കാരനെ എനിക്കറിയത്തില്ലല്ലോ ചടങ്ങ്. വേറൊരു ചടങ്ങുകളുണ്ട്. ഇത് അരിയുന്നതിന് മുന്നേ അണ്ണാടി ഇറക്കി വിടുന്നു. വേറൊരു ചടങ്ങുണ്ട്. രഹസ്യം പറയുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത് ബോയ്സ്? കല്യാണം വേണ്ടാന്നോ? മിറ്റം കെട്ടണം. സുലമ കാശെടുത്ത് വീശ്. അതല്ലെന്ന് ഇത് അമ്മയുടെ എല്ലാരും കാണട്ടെ, നല്ല കുടുംബിനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടുക്കിയൊക്കെ ചെന്ന് ഊതൊക്കെ. കാറ്റ് വരണ്ട, ഊതിയാ മതി. എല്ലാവർക്കും പാലെടുത്ത് കൊടുക്കണം. ഇതൊന്ന് കിടത്തി ഇതിലിടാൻ അതെല്ലാവർക്കും കൊടുക്കാം. ടേസ്റ്റ് അറിയാൻ മാത്രം. തീർത്ഥം എന്നോട് ശരിക്കും എല്ലാം ഇങ്ങനെ തൊട്ട് വെക്കത്തുള്ളൂ. ഇഷമ്മയുടെ കൂട്ടുകാരിയാണോ?
അങ്ങനെ അല്ല നിർമ്മലമ്മ കുടിക്കണമെന്ന് അങ്ങനെ ചടങ്ങ്. പിന്നെ നിർമ്മച്ചി അവിടെ കത്തി വെച്ചത് കണ്ടിട്ടില്ലേ? ഇവിടെ കത്തിയുണ്ടോ? ഞാൻ തന്നെ പോകേണ്ടി കത്തി എവിടെ ഇതങ്ങോട്ട് പിടിച്ച് എല്ലാ തവണ എല്ലാം ലാസ്റ്റ് ഒന്നും പറഞ്ഞോണ്ടിരിക്കും. അമ്മ പാല് കുടിക്കും. ഇവന് ഞാൻ വിട്ടതായിരുന്നു പിന്നെയും വന്നല്ലോ. കുടിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയും. എല്ലാവരും പാല് മരിക്കും. ഓക്കെ, പാല് കുടിച്ചിട്ട് അഭിപ്രായം പറയാന് എന്താ നോക്കി ഏത് കമ്പനിയാണ്? നല്ല മധുരം. അഭിപ്രായം ഞാൻ അവിടെ ഇരിക്കുന്നവർക്ക് ശാലിനിയും പിള്ളേരും വന്നിട്ടില്ലോ. വീഡിയോഗ്രാഫറിനെ മറന്നല്ലായിരിക്കും. എനിക്കിതൊരു ഗ്ലാസ് ഇല്ല, ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. തീർന്നപ്പോഴത്തേക്ക് കുടുംബൻ പിച്ചാത്തി കേൾക്കണ്ട പോകുന്നത്. മാർക്കോ അവനുള്ള പ്ലാനിങ്ങിലാണ് പോയി നൈസായിട്ട് അരിഞ്ഞ് സ്വന്തമായിട്ട് ആരും അരിയുന്നില്ല. ഞാനെങ്കിലും അരിഞ്ഞ് കഴിക്കാൻ പോകുന്നു. പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പായസോ അല്ല, ഗണപതി പ്രസാദം. എന്നാ ഗണപതി പ്രസാദം അല്ലാത്തൊരു കമന്റ് ചെയ്യും. ഇതിനെന്താ പറയുന്നത് കമന്റ് ചെയ്യും. പായസം പ്രസാദമൊക്കെ ഒന്നൊക്കെ തന്നെ അല്ലേ? അണ്ണാടിയുടെ വിരലൊക്കെ കിട്ടുന്ന ഒരു കമന്റ്. ജീവിത പ്രശ്നമാണേ. വേറെ ആർക്കും തരുന്നല്ല, എല്ലാവർക്കും പാല് വിതരണം ചെയ്ത ദീപ്തി ചേച്ചി. ധാരാളം എന്നാ 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 ഇത് കണ്ടറിയാ എന്താ ഞാൻ കാണിച്ചു തരാം എങ്ങനെ അരിയേണ്ടത്. ശർക്കര അരിയുന്നതാണ്. ഇല്ല, ഒരു ഗോപി തൊട്ട് കൊടുത്തേ. ഇങ്ങോട്ട് നോക്കും. കുട്ടിയോ? ഓഹോ, കുഞ്ഞാച്ചനൊക്കെ തൊട്ടു. മുഖത്ത് നോക്കിയില്ല ഇത്ര നേരട്ടല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കും. അവനറിയാം, തൊടാൻ പറഞ്ഞായിരുന്നു. ഈ അമ്മ മ്ലേച്ഛത്തരം പറയുന്നത് അല്ല. ഞാൻ എന്താ പറഞ്ഞ, ഇത് പതുക്കെ കുടിക്കും. ഞാൻ പറഞ്ഞ മോനെ പത്തിനല്ല പെട്ടെന്ന് കുടിച്ചിട്ട് കൊടുക്കാം. ആസ്വദിച്ചു കുടിക്കും സമയം. അതന്നെ കുടിച്ചിട്ട് ബാക്കി കുടിക്കാൻ വേണ്ടി. അമ്മ കുടിച്ചതിന്റെ ബാക്കി ഞാനാ കുടിച്ചേ. കണ്ണൂരമ്മു കുടിച്ചതിന്റെ ബാക്കി കിച്ചു കുടിച്ചതിന്റെ ബാക്കിയാ ഞാൻ കുടിച്ചു. അപ്പൊ അതേത് ബന്ധോ? അന്നാണി ഉത്തരവാദിത്വ ബോധത്തോടല്ല അത് അങ്ങനെ ചെയ്യുന്നത്. അന്നാണിക്ക് പ്രത്യേകത ഉണ്ട്. കഴിക്കാൻ വേണ്ടിയാണ്. ആദ്യം കഴിക്കും. അതിനു വേണ്ടി ചെയ്യുന്നതാ, അല്ലാതെ ഉത്തരവാദിത്വ ബോധത്തോടല്ല. കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ തന്നെ ബാക്കി വരുന്ന കുടിച്ചു. കുഞ്ഞാച്ചേട്ടൻ കുഞ്ഞാച്ചൻ എന്ത് നിന്നോട് ഞാൻ പറഞ്ഞു ഈ കോഴി കൊണ്ട് ഇതിനെ വരുന്നത്. നമ്മള് താണ്ട് ഇത് കണ്ടോ, ദാരിദ്ര്യം കാണിക്കുന്നുണ്ടോ? ഒരു പഴം
കൊള്ളത്തില്ല, നീ കഴിച്ചു നോക്ക്. കൊള്ളത്തില്ല കാര്യം പറഞ്ഞു. അല്ല നീ അവൻ പറയണ്ട, അവൻ ഈ സൈസ് കഴിച്ചിട്ടുണ്ടോ? അവനൊരു ഷെഫ്, അവൻ അങ്ങനെയേ പറയൂ. അവനറിയാം ഇത് ഇളക്കി കൊടുക്കുന്നതിന്റെ ഓരോ ഇത്. കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലുള്ള രോദനം അവർക്കറിയാം. അത് ചെടിക്കുന്നത് പഴം കിട്ടിയില്ല. അതങ്ങനെ അല്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോ എനിക്കൊന്ന് കാണണം. ബേബി വിളി. ആ റെക്കോർഡ് ചെയ്തോണേ. അമ്മോ അമ്മ വിളിയാട്ടതേ. എന്റെ പൊന്നമ്മോ, ഇതമ്മോ. ഈ അമ്മയാണ് കോഴ്സ് വിളി കേട്ടത്. അമ്മൂന്ന് വിളിച്ചായിരിക്കും. അമ്മ വിളിയാട്ടോ, അമ്മ കേട്ടോ. ഓ ദാണ്ട വരുന്നു അമ്മ. അമ്മയെന്നൊരു വിളി. അമ്മ വിളിയാ. അമ്മ കഴിക്കും കഴിക്കും. നോക്ക്. അളവ് കൂടി അളവ് കൂടി. അങ്ങനെ അതിനകത്ത് എത്ര പഴമുണ്ട്? ഞങ്ങളുടെ കയ്യിൽ ഇത് 4 പേർക്ക് കൊടുക്കുന്ന അളവുണ്ട്. അതിന് എത്ര പഴം ഉണ്ടെന്ന് നോക്ക്. ശരിയാ, 3.5 പഴം. ഊണില്ല. ഊണില്ലേ? ഇല്ല. അമ്മോ 3.5 പഴം. കിട്ടിയായിരുന്നോ? ഈ അമ്മൂനെ വിളിച്ചത്. അവരെ അമ്മ മൊത്തം പ്രശ്നമാ. ആ മതി, ഇനി ഞങ്ങൾ വിളമ്പിക്കോളാം. എന്തോ ആ. ഇത് എടുക്കാൻ അറിയാമെങ്കിൽ, ഇത് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ. ആ അപ്പൊ കൊടുക്കാനും അറിയാം, അപ്പൊ കഴിക്കണ്ട. ഇതുകൊണ്ടാ പണ്ടേ അവളെ എമ്മൂന്ന് വിളിച്ചോണ്ടിരുന്നേ. നല്ല വീട്ടോടെ എങ്ങോട്ട് പോകുന്നുണ്ടോ? നമുക്ക് ദീപച്ചേട്ടൻ്റെ പുറകെ പോകേണ്ടതാണ്. ഇത് അമ്മ ഗിഫ്റ്റ് കൊടുത്ത ഉള്ളി. ഇല്ല, ഏതെങ്കിലും റൂമിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഉരുളിക്കകത്ത് തവിയിട്ട് ഇളകുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഇട്ടിട്ട് തിരിച്ചെടുക്കുന്നുണ്ടോ? 2 കൈ കിട്ടിക്കോ. അപ്പൊ കൂടുതൽ കുഞ്ഞിന്റെ ഒരു നിൽക്കത്തില്ല. കൊള്ളാമോ? എന്തോ പറച്ചിലാണത്. ഇവിടെ കാറ്ററിംഗ് ബോയ്സ് കമ്മിങ്. ആ വിളിച്ചോ. സുരുമു. ആണോ? ദേ നിൽക്കുന്നു കിച്ചു. ആ അവനോട് ഞാൻ അത് നോക്കി നിൽക്കണം പറഞ്ഞ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം. നീ എന്താ അമ്മ പറഞ്ഞ കേൾക്കാത്തെ? മുടിയല്ലേ? നമുക്ക് വീട്ടിൽ പോയിട്ട് ചുരിദാർ നമുക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഇത് നിനക്കല്ല. ചിലപ്പോൾ ഒന്ന് പോണ്ടി വരും. എന്നാ പോട്ടെ. അമ്മ ഒരുക്കുന്ന മകൾ കുഞ്ഞാച്ചനെ കണ്ടുപിടിച്ച് പോയി. നമ്മൾ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മരിച്ച രജനീകാന്തിന്റെ സ്റ്റൈലാണ്. ആരക്കളെ? ഏതാ പെണ്ണ്? ഏതാ പെണ്ണ്? നമ്മൾ 1/2 കിലോ ലിപ്സ്റ്റിക്ക് ഗണപതി പ്രസാദം കഴിച്ചപ്പോൾ കഴിച്ചതാ. തിരിച്ച് ആണോ? നമ്മൾ തിരിച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ട. വീഡിയോ എടുക്കുക, കളിക്കാം. കലവറയിലെ കള്ളത്തരങ്ങൾ വിളിക്കാം. ഇതിവിടെ കാറ്ററിംഗ് പണിക്ക് വന്നൊരു ചെറുക്കൻ. വയനാട്ടിലെ മെയിൻ കാറ്ററിംഗ് ആണ്. കാറ്ററിങ്ങിന് വേണ്ടവർ ബന്ധപ്പെടുക. നമ്പർ അടി കൊടുക്കുന്നതായിരിക്കും, ഇൻസ്റ്റ ഐ ഡി കൊടുക്കുന്നതായിരിക്കും. പാസ്സുണ്ടോ? അതൊരു വെറുപ്പായി. പാസ്സുണ്ടോ? എന്നെ കയറ്റി വിടുമോ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നെ അതൊരു കയറ്റി വിടാവോ? തുറന്നോ? കൈമാറ്റാം, നല്ല പോകാൻ പറ്റും.
ആ പകുതിയുടെ താഴെയാ ചില പകുതിയുടെ താഴെ എൻ്റെ പൊന്നടാ. ഇവിടുത്തെ രീതി ഒന്നും അറിഞ്ഞൂടാ. ആളില്ലാത്തൊരു തലയിട്ടിട്ട് ആളിരി വിളിച്ചിരുന്നു കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാറ്റോ ഇവിടെ ആരും ഒരാളെ വിളിച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, എണ്ണിക്കണ കൈ പൊള്ളിയാ മതി. വേണ്ട കഴിക്കണ്ട മാറ്റി എണ്ണിച്ച് പോടേ. ചിക്കൻ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയിരിക്കാവോ? കണ്ടു മാരകായത്. ഇവിടെ പുറത്ത് ആൾക്കാരെ കഴിക്കുന്നതാണോ? അത് സാധനം ഞാൻ നിൽക്കിട്ടപ്പോൾ പറഞ്ഞ അവനെ ഞുള്ളി വന്നു. എന്റെ കിടുവിനെ ആരും ഇവർ കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലേ? ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരാൾ പാത്രം വെക്കേണ്ടി വരുന്നു. കേട്ടില്ല. പായസമാണോ ഇടുന്നത്? പോക്കറ്റ് വാരി എടുക്കുന്നു. അപ്പക്ക് കൊടുക്കുന്നുണ്ടല്ലേ? നമുക്ക് തോന്നുന്നു അതുകൊണ്ട് അപ്പ കഴിക്കണ്ട. നീ വായിച്ചു കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞ തന്നെ കഴിക്കാനൊക്കെ ആയി. എന്താടാ എങ്ങനെയാ ഒരു നോട്ടം? കണ്ണടച്ച് കാണിക്കുന്നുണ്ടോ? കണ്ണടച്ച് കാണിക്കുന്നതാണോ എരിഞ്ഞിട്ടാണോ? ഇത് കണ്ണടച്ച് കാണിച്ചാണോ എരിഞ്ഞിട്ടാണോ? ഇങ്ങനെ പൊടിക്കാൻ പപ്പടം ആ ചേച്ചിയുടെ പപ്പടം അത് 1.25 പപ്പടം. ചിക്കൻ അടത്തി തരണോ? നേരിടിക്കോ? പക്ഷെ ചിക്കൻ വേണോ? കാറ്ററിംഗുകാരൻ വെള്ളം കൊടുക്ക്. ആ വെള്ളം കൊടുക്ക്. കമോൺ കമോൺ. അതടച്ചോ കിടൂ. ആദ്യം പോയി ഗ്ലാസും വെള്ളം എടുത്തു. ഞാൻ നോക്കുമ്പോ ഭയങ്കര വിളമ്പ്. വാരി കൊടുക്കാൻ പറഞ്ഞപ്പോ വിളമ്പുവാന്നാ പറഞ്ഞു. ഞാൻ കുറുകുന്നു രണ്ടും കൂടെ. ആ കൊച്ചിനെ കളഞ്ഞിട്ട് കൊച്ചൊറ്റക്കിരുന്ന് കഴിക്കുന്നു. കുറുകുന്നു. കാണിച്ചു കൊടുക്കണം. പാവം പിടിച്ച കുഞ്ഞ് കഴിക്കുമ്പോൾ ഞാൻ മറട്ടെ. മാതാപിതാക്കൾ അവൻ ആ കഴിക്കുന്ന ആസ്വദിച്ചോണ്ടിരിക്കുന്നു. അല്ലേ? എന്നിട്ട് തന്നിട്ട് ആ ഇപ്പൊ മേടിച്ചോ? ഇപ്പൊ മേടിച്ചായിരുന്നു. ചാരിട്ട് അവൻ കഴിച്ചോളൂ. നീ കഴിക്കും.
ഇങ്ങനെ എനിക്കാ അവളെ കണ്ടേ അമ്മ ഒന്ന് കൈ അടിപ്പിച്ചു കണ്ടേ അവര് കളിച്ചിട്ടോ ഇങ്ങോട്ടോ കളിക്കാൻ വെട്ടാൻ പോന്ന കോഴി വിട്ട് ചിറക്കി ഇട്ടടിച്ച് പിടിച്ചു വെക്കണ്ടേ കളിക്കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടോ എന്തുവാ മോനെ അച്ഛാ അവലും അത് ആരാ നോക്കിയേ തിരിഞ്ഞു നോക്കിയേ അച്ചാച്ചി അച്ചാച്ചി പണ്ടേ സ്നേഹിക്കുന്നില്ലേ മിണ്ടാത്ത പൊന്നി ഇന്ത്യയെ മിണ്ടാത്ത പൊന്നി ഇനി വന്നേ എടി പൊന്നി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി പാടി പൊന്നി ഇവിടെ ഇങ്ങോട്ട് പാടി പൊന്നി വരത്തില്ലേ പൊന്നിച്ചേക്ക് ഭയങ്കര ഏതോ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു നിന്റെ ചാന്തയുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തിട്ടുണ്ട് അയക്കാന്ന് നമുക്ക് എല്ലാം കൂടെ അയച്ചൊന്ന് കുടിക്കണം അലമ്പാണ് ഇനി അലമ്പ് അത്യാവശ്യം നോക്കോട്ട് നോക്കിയടി കല്യാണത്തിന് നോക്കുന്നത് അലമ്പാണ് അലമ്പേ ഇരിക്കടി പൊന്നിയുടെ ഇരിക്കടി പൊന്നിയുടെ കറുത്തവർ മേടിച്ചത് ഇങ്ങോട്ട് അച്ചാച്ചി അറിയാൻ കൂടി നിനക്ക് നീ മറന്നുകൂടി അച്ചാച്ചിയെ മോത്തോട്ട് നോക്കടി നാളെ കൂടി അച്ചാച്ചിയെ മറന്നുകൂടി എവിടെ നടി തൊട്ട് തൊട്ട് വീട്ടിനാണ് ഇവിടെ റബ്ബർ ബാൻഡ് ഇടത്തില്ലായിരുന്നോടി അവിടെ റബ്ബർ ബാൻഡ് 2 റബ്ബർ ബാൻഡ് ഇപ്പം ആവശ്യത്തിനുള്ള അല്ലേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവനെന്ത് യൂതി കൊടുക്കുന്നത് ഹലോ അടുത്ത പണിക്ക് 200 പൈസ ആൾക്കാർ അങ്ങനെ വല്ലവരും മൈക്ക് വെച്ചേക്കുന്ന ഞങ്ങൾ ഷോർട്സ് എടുക്കാനായി പോവുകയാണ് ഗോയ്സ് കണ്ടോ ഇന്ന് എൻ്റെ മോഹൻ ഞാൻ കാണിച്ചിട്ടേ ഇല്ല ഇതിൻ്റെ അകത്ത് എടാ നീ മുഖം കാണിക്കേ അല്ല, അങ്ങനെ. മര്യാദക്ക് കാണിക്കണം തലയും വാലും തുമ്പും മാത്രമേ കാണിക്കുള്ളൂ വെയിൽ എല്ലായിടത്തും വെയിൽ ഇത് മുടി കളർ അടിച്ചല്ലേ കളർ കാണുന്നുണ്ട് ഗോയ്സ് കളർ ഷെയ്ഡ് കാണുന്നുണ്ടോ യാ 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 ചെറുതായിട്ട് കാണാവുന്ന എനിക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ യാ 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 വെയിലടിക്കുമ്പോൾ കാണാം പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ട് തിരിച്ച് നമ്മൾ വലിയ ഉണ്ടായിരുന്നു പറയണ്ട ഇപ്പൊ ഉണ്ടോ എന്നാ വേണ്ടെന്ന് താല്പര്യമില്ല നമ്മുടെ ഇവിടെ നിൽക്കണോ ഇനിയും പോകുന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ താഴെ നമുക്കിവിടെ നിന്ന് ഒളിച്ചും പാത്ത് സംസാരിച്ചാലോ ആൾക്കാരെന്ത് പറയുമെന്ന് എടാ ഇവരെയും കടത്തി വിടും ഇവിടെ താഴെ പോയി നമ്മൾ നല്ല സംസാരിച്ചുകൊണ്ട് വരാം ആ തറക്ക് ഈ ഷോർട്സ് എടുക്കാനാണോ ആടാ തിരിച്ചെടുക്കാം നിങ്ങൾക്ക് മറിഞ്ഞിട്ടാണ് മറിഞ്ഞിട്ടിട്ടുണ്ട് അതല്ലേ എടാ നീ എടുക്കുന്നതിനകത്ത് ഇവളില്ലടാ പൊട്ടാ അതോ അമ്മ ചേച്ചി പുറത്തോട്ട് നീക്കി ആർട്ടിഫിഷ്യലായിട്ടുണ്ട് ഒന്നത്തേക്ക് ഒട്ടകം നടക്കുന്ന പോലെ നടക്കാണ്ട് ഒട്ടകം നടക്കുന്ന പോലെ നടക്കും നടന്നോ ഇത് വേറെ ടൈപ്പ് പോകുന്നില്ലേ
നമ്മൾ ഷോർട്സ് എടുക്കാൻ വേണ്ട പാടിൻ്റെയാണ് എടുക്കാൻ വേണ്ടി ചെടി വിളിക്കുന്നതാ. എന്റെ പിന്നെ സോഫ്റ്റ് ഹെയർ ആൻഡ് ഊർന്നു. അതുകൊണ്ട് 1-2 ഉള്ളൂ. ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്. ഊരി കിട്ടാൻ ശരി കേട്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ. അതിന്റെ ചാച്ചന്റെ അനിയന്റെ വീടാ കേട്ടോ. കഴിഞ്ഞാ ഇത് ചാച്ചന്റെ അനിയന്റെ വീട്. ഇനി പോയിട്ട് വല്ലതും കഴിക്കട്ടെ. നമ്മളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണേ ശരി കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആട്ടോ. എനിക്ക് അവിടെ നിൽക്കും സാധനം. സെൽഫിക്കാരുടെ കൂടെ ഗൾഫിലോ സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഗൾഫിൽ വന്നു. നിന്റെ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്റെ കുളിച്ചിന്റെ കാര്യം. ഇനി നമ്മൾ കഴിക്കുന്നു. നിങ്ങൾ ഞാൻ ചോദിക്കണം കേട്ടോ, കിച്ചു വീഡിയോ എടുത്തോണ്ട് എന്താ ഐഡിയ നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ ഐഡിയ പറഞ്ഞാലും നിങ്ങൾ പറയൂ ഗോയ്സ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പെണ്ണും ചെറുക്കും നിൽക്കുന്നതിനകത്ത് ബാക്കിയുള്ളവരുടെ മുട്ട്, വാല്, കാല്. അതാ പറഞ്ഞ ക്യാമറമാൻ എടുത്തോണ്ടാ. ശരിയല്ലേ, എത്ര വലിയ സിനിമാ നടി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമറമാൻ അവരെ കാണാതെ എടുത്തു കഴിഞ്ഞാൽ കാര്യമുണ്ടോ അല്ലേ? ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. നിർമ്മലാമ്മ ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സൈലൻ്റ് ഒക്കെ ആയിരുന്നു. ഈ ചന്ദനം ചായ ചന്ദനം മണക്കമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് പുള്ളിക്കാരി. എല്ലാ വീഡിയോയിലും എല്ലാം മുന്നിൽ പോവാതെ വീഡിയോയിലെല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ട്. എന്നെ ഓരോരുത്തരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തും ഭയങ്കര അഭിമാനത്തോടുകൂടി. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ സന്തോഷം. എനിക്കിതൊക്കെ ആദ്യമാണ്. ആരാന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞുതരും, അമ്മ പറഞ്ഞുതരും. അമ്മയുടെ അയൽക്കൂട്ടത്തിലെ കൂട്ടുകാരല്ല. അതവിടെ പൊടിയൊക്കെ വരുന്നു. അവന് കണ്ടിരുന്നു തട്ടുന്നു. ഞങ്ങൾക്കാർക്കും വിളമ്പുന്നില്ല, അവർക്ക് മാത്രമേ വിളമ്പുന്നുള്ളൂ. അമ്മ ചേച്ചി കിടുവിൻ്റെ 2ാമത്തെ ട്രിപ്പാണ് ഗോയ്സ്. കിടുവിൻ്റെ 2ാമത്തെ ട്രിപ്പ്. രണ്ടാമത്തെ പ്രാവശ്യം കഴിപ്പ്. കിടുവിൻ്റെ 2ാമത്തെ ട്രിപ്പ്. അയ്യോ എൻ്റെ കാശ് പോയേ. കിടുവിൻ്റെ 2ാമത്തെ ട്രിപ്പ്. ഞം കഴിക്കുന്ന കിടുവിൻ്റെ 2ാമത്തെ ട്രിപ്പ്. അവർക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ കഴിക്കുന്നത്. ഇവരെന്തോ രഹസ്യം പറയുന്നു ഗോയ്സ്. അവരെന്തോ രഹസ്യം പറയുന്നു ഗോയ്സ്. രഹസ്യം അവരവർ എന്തോ രഹസ്യം പറയുക. കണ്ട 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 വേണ്ടോ ചിലപ്പോഴല്ല അറിഞ്ഞു സെറ്റാക്കി ഞാൻ അറിഞ്ഞു. ഇതാ പെണ്ണെ പിന്നെ നമുക്ക് കോൺക്രീറ്റ് ഇടാം. എൻ്റെ അടുത്ത ദിവസം കോൺക്രീറ്റ് ഇടാം. എൻ്റെ അടുത്ത് വെച്ച് തരുന്നുണ്ട്. ചേച്ചി എല്ലുപാന അപ്പൊ കഴിച്ചപ്പോ കഴിച്ചോ ചോറുണ്ടോ?
പൊന്നി എന്ത് ചെയ്യും ഈ ഫോണ് കാരണം കൊണ്ട് മര്യാദക്ക് ഇത് തിന്നാനും സമ്മതിക്കുക. അതെ അതെ 6 രൂപ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിന് നിറയ്ക്കൂന്ന് ഞാൻ നിറക്കി വരില്ല, ഞാൻ വീഡിയോ എടുത്ത് പൊല്ലും. ആൾക്കാർ പറയുകയും ചെയ്യാം. ആ പുള്ളിക്കാരിക്ക് ഭയങ്കര വലിയ പൊട്ടിക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായി നിങ്ങൾ കാണുന്നത് ഗിഫ്റ്റ് പൊട്ടിക്കൽ പരിപാടിയാണ്. അതായത് ഗിഫ്റ്റ് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ, എല്ലാവരും കാശായിട്ടാണ് കൊടുത്തേക്കുന്നത്. കോടികൾ തിരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇൻകം ടാക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സിനെ പറ്റിക്കാൻ വേണ്ടിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, കോടികളാണ് പറഞ്ഞേക്കുന്നത്. അത് ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചു. ഓ കണ്ടു നമ്മളുടെ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങ് പൊളിക്കുന്നൊക്കെ ഓരോരുത്തർ എടുത്ത് കാണിക്കണം കേട്ടോ. അതൊക്കെ കാണിച്ചു തരും. അത് ഗ്യാസ് സ്റ്റവ്. എടാ, നീ ഇതിനെ കൊണ്ടുപോയി ഒരു വിഷമം. ക്ലാസ് ആണോ? അവർ മൂലയോട് മാറ്റി വെച്ചു. എല്ലാരും അവിടെ നിന്ന് തന്നെ പഠിക്കില്ലേ? ഇങ്ങോട്ട് കളി, ഇങ്ങോട്ട് കളി. കാണിച്ചു ഞാനാണോ പോയി തീരാത്തത്? അത് പൊട്ടുന്ന ബേസ് ആണ്. രാധാകൃഷ്ണൻ ഈ ഫോട്ടോ അതല്ല കഥകളിയോ പ്രശ്നമോ അത് ക്ലാസ് ആണ്. ചായ കുടിക്കാനുള്ള പാത്രം കിട്ടിയിട്ടുണ്ട്. കവറുകളെല്ലാം മാറ്റല്ല അങ്ങോട്ട് പുറത്തെടുത്തോടാ. കണ്ടില്ല നോൺ സ്റ്റിക്ക് ആണോ? അതിന്റെ അടപ്പ് കൊണ്ടുവന്നു. ആരും വന്നെന്ന് പറഞ്ഞാൽ ചോദിക്കായിരുന്നു. പറയാൻ പറ്റിയായിരുന്നു. അത് അതേണ്ടേ അടുത്ത ഒന്ന് കാണിച്ചാ പോരെ. പിന്നെ ഈ അടപ്പ് അത് വെച്ചുവോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഈ അടപ്പ് പറ്റുമോ? ഈ അടപ്പ് അമ്മ ഇത് ഈ അടപ്പ് അടച്ചു വെക്കാൻ തടിയിട്ട് ഇളക്കാവും. അത് വെച്ചു. പക്ഷേ അത് വലിയൊരു പ്രശ്നമില്ല. അത് ഫാനാണ്. ഫാനിന്റെ തുറക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ സ്ലൈറ്റ് പെൻസിൽ വലിയ അവരെ നോക്കിയാൽ അവരുടെ പിന്നെ ഇങ്ങനത്തെ കുറെ ഗ്ലാസുകൾ. പൂക്കളുള്ള മൂത്ത ക്ലാസ് പിന്നെ നാളെ പെയിന്റ് അടിക്കും. അത് മറ്റേ ഓൺലൈനിൽ മേടിച്ചാൽ അതേ അടുത്തത്. ഇല്ല
കുക്കറാരും തന്നില്ലല്ലോ. ചുമപ്പം മേടിക്കാം. അത് ശരിയാ അവർക്ക്. ഇത് മൂന്നെണ്ണം കഴിഞ്ഞ അടപ്പിന്റെ പിടിയത്. നീ ഗിഫ്റ്റ് വിളിക്കാൻ വന്നാണ് ഗിഫ്റ്റ് വിളിക്കാൻ വന്നാ അതേത് മേളയ്ക്ക് മേടിച്ചത് ഒരു സ്ക്രൂ ഉണ്ടോ? ഗിഫ്റ്റ് പൊളിച്ചു കഴിഞ്ഞു പോയി. നിങ്ങൾ താമസിച്ചു പോയി കേട്ടോ. എന്തുകൊണ്ടാ നീ താമസിച്ചു പോയി? എന്റെ കൊച്ചു മനസ്സായിട്ട് അങ്ങനെ ആ ഗ്ലാസിന്റെ ലൈറ്റർ ഇല്ലാണ്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇതിന് നല്ല എപ്പോഴും നിറം ഉണ്ടാകും. മറ്റേ സാധനത്തിന്റെ സൈഡില്ലേ കറുപ്പിന് കുഴപ്പമില്ല. മറ്റേ കറുപ്പ് എന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അല്ല കറുപ്പിന്റെ സൈഡും പോവും. ചില കമ്പനീന്റെ ആയിരിക്കും. ആ കമ്പനീന്റെ ആയിരിക്കും ഈ സൈഡ്. അതിന്റെ ഗ്യാസിന്റെ ഒരു ഹായ് പറഞ്ഞതാ. അൺബോക്സിംഗ് ആയിരുന്നു. അച്ഛന്മാരൊക്കെ കലക്കി വെക്കാൻ സമാധാനായില്ലേ? എല്ലാവരും തന്നെ കൂടുതലും പേര് പൈസ തന്നോ. പിന്നെ പാത്രങ്ങളാകുമ്പോൾ ഇതുപോലെ കിട്ടിയത് തന്നെ ഒരുപോലെ കിട്ടിയാൽ നമ്മൾ കുറേ പേര് പൈസ